ഏലക്ക ചേർത്ത അരവണ കഴിച്ചാൽ മനുഷ്യർ മരിക്കുമോ? കഴിഞ്ഞ ദിവസം വളരെ വിചിത്രമായ ഒരു വാർത്ത കണ്ടു. ഈ വാർത്ത കണ്ട എല്ലാവരും ഒരുപക്ഷെ ഇനി ഞങ്ങൾ പറയുവാൻ പോകുന്ന അതേ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടാവണം. ആ വാർത്ത ഇങ്ങനെയായിരുന്നു: ഏലക്കയിൽ കീടനാശിനി സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഹൈക്കോടതി വിൽപ്പന തടഞ്ഞ അരവണ നശിപ്പിക്കുവാൻ ദേവസ്വം ബോർഡ് ടെൻഡർ ക്ഷണിച്ചു. 6.5 ലക്ഷത്തിൽ അധികം ടിൻ അരവണയാണ് ശബരിമല സന്നിധാനത്തെ ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുന്നത്. 5 കോടിയിലധികം രൂപയുടെ അരവണ ശാസ്ത്രീയമായി നശിപ്പിക്കുവാനാണ് ഏജൻസികളിൽ നിന്ന് താൽപ്പര്യപത്രം ക്ഷണിച്ചിരിക്കുന്നത്. വന്യമൃഗങ്ങൾ ഉള്ളതിനാൽ പമ്പയ്ക്ക് പുറത്തെത്തിച്ച് അരവണ നശിപ്പിക്കണം. ശബരിമലയിൽ തന്നെ നശിപ്പിച്ചാൽ ആനകളെ ആകർഷിക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ടാണിത്. ടിന്നുകളിൽ അയ്യപ്പൻ്റെ ചിത്രം ഉള്ളതിനാൽ വിശ്വാസത്തിന് മുറിവ് ഏൽപ്പിക്കാത്ത രീതിയിൽ നശിപ്പിക്കണം എന്നും ടെൻഡർ നോട്ടീസിൽ ദേവസ്വം ബോർഡ് പറയുന്നു. ആരോഗ്യ പരിസ്ഥിതി സുരക്ഷാ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം ഇതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത്. ആകെ 250 മില്ലി ലിറ്ററിൻ്റെ 6,65,127 ടിന്നുകളുണ്ട്. 21-ാം തീയതി വൈകുന്നേരം വരെയാണ് ടെൻഡർ സമർപ്പിക്കുവാനുള്ള തീയതി. കരാർ ലഭിച്ചാൽ 45 ദിവസങ്ങൾക്കകം നടപടികൾ പൂർത്തീകരിക്കണം. ശാസ്ത്രീയ വൈദഗ്ധ്യമുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അരവണ നശിപ്പിക്കലിന് കൊട്ടേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഏലക്ക സുരക്ഷിതമല്ലെന്നും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന 14 കീടനാശിനികളുടെ സാന്നിധ്യം കണ്ടെത്തിയെന്നും FSSAI ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരമാണത്രേ ഈ നടപടി. ഇത് കണ്ടാൽ ഇവിടെ വിൽക്കുന്ന എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും സുരക്ഷിതവും യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതല്ല, ഏലക്ക ചേർത്ത അരവണ മാത്രമാണ് ഇവിടുത്തെ മാരക പ്രശ്നം എന്നും തോന്നിപ്പോകും. പ്രഥമ ദൃഷ്ട്യാ തന്നെ ഈ നീക്കത്തിൻ്റെ പിന്നിൽ എന്തോ മാരക തട്ടിപ്പുണ്ടെന്ന് വ്യക്തമാണ്. ഏലക്ക ഉൽപ്പാദിപ്പിക്കുന്നത് കീടനാശിനി നന്നായി പ്രയോഗിച്ചാണ് എന്നതിൽ തർക്കമില്ല. ഈ ഏലക്ക തൊണ്ടോടെയും തൊണ്ട് കളഞ്ഞും ഭക്ഷണ പദാർത്ഥങ്ങളിൽ നാം ചേർക്കാറുണ്ട്. ഇതുവരെ ഏലക്ക ഉപയോഗിച്ചൊരു അപകടമുണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഏലക്ക തന്നെയാണ് സ്പൈസസ് ബോർഡ് ഓപ്ഷൻ വഴി സംഭരിച്ച് വിദേശത്തേക്ക് കയറ്റി അയക്കുകയും ചെയ്യുന്നത്. ഇവരിൽ നിന്ന് തന്നെയാണ് ദേവസ്വം ബോർഡും ഏലക്ക വാങ്ങുന്നത്. കേരളത്തിൽ ഇന്നുവരെ ഏലക്ക ഉപയോഗിച്ചതിനാൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായതായും ഏലക്ക ഇട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ നശിപ്പിച്ച് കളയുവാനും യാതൊരു നടപടിയും കൈക്കൊണ്ടതായി അറിവില്ല. ഇതിലും എത്രയോ ഇരട്ടി മാരക വിഷപ്രയോഗം നടത്തിയ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണ് നാം നിത്യേന ഉപയോഗിക്കുന്നത്. മത്സ്യത്തിൻ്റെ കാര്യം പിന്നെ പറയുകയും വേണ്ട. മാമ്പഴ സീസണായിട്ട് പോലും കാർബൈഡ് വെച്ച് പഴുപ്പിച്ച മാമ്പഴമാണ് ഇവിടെയിൽ ലഭ്യം. അതുപോലെ മുന്തിരിയും മറ്റു പഴവർഗ്ഗങ്ങളും വിഷത്തിൽ മുക്കിയാണ് വിൽക്കുവാൻ വെച്ചിരിക്കുന്നത്. ഈച്ച പിടിക്കാതെയും ചെയ്യാതെയും ദീർഘകാലം കേടുകൂടാതെയും ഇരിക്കുവാനാണ് ഇത്തരം മാരക രാസപദാർത്ഥങ്ങൾ, കീടനാശിനികൾ ചേർക്കുന്നത്. ഇതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല. വൻതോതിൽ ഉണ്ടാക്കുന്ന അരവണയിൽ ഏതാനും കിലോ ഏലക്ക പൊടിച്ചിടുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന റിപ്പോർട്ടിലും അത് നശിപ്പിക്കുവാൻ ഉത്തരവ് സമ്പാദിച്ചതിലും വളരെയേറെ ദുരൂഹതയുണ്ട്. അതുകൊണ്ട് അതിന്മേലാണ് യഥാർത്ഥ അന്വേഷണം നടത്തേണ്ടത്. 5 കോടിയിലധികം മൂല്യമുള്ള 6.5 ലക്ഷത്തിലധികം അരവണ ടിന്നുകൾ നശിപ്പിക്കുവാൻ വീണ്ടും എത്ര കോടികൾ ചെലവഴിക്കണം? കൂടുതൽ മെറ്റീരിയൽസ് വാങ്ങി കമ്മീഷൻ അടിക്കുവാനോ ആർക്കിട്ടെങ്കിലും പണി കൊടുക്കുവാനോ അതുമല്ലെങ്കിൽ അരവണ നശിപ്പിക്കലിൻ്റെ കൊട്ടേഷൻ കിട്ടുന്നതിനു വേണ്ടിയോ ആകാം ഈ നടപടി. അത്രയ്ക്ക് ബാലിശമായ ഒരു പരിപാടിയായിപ്പോയി ഇത്. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം. അതിന് ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഞങ്ങൾ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ സംശയം തോന്നി ഞങ്ങൾ ഫാർമസിയിൽ ഇൻസ്പെക്ഷൻ നടത്തിയപ്പോൾ കണ്ട കാര്യം 2.5 കോടിയിലധികം രൂപയുടെ മരുന്നുകൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഇരിക്കുന്നു. അന്വേഷണത്തിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് 20% കമ്മീഷൻ അടിക്കുവാൻ വേണ്ടി മാത്രമാണ് ആവശ്യമില്ലാത്ത മരുന്നുകൾ വാങ്ങി കൂട്ടിയത്. ചെയ്തത് മറ്റാരുമല്ല, സ്ഥാപനത്തിൻ്റെ ഉടമയുടെ മരുമകൾ. അതുകൊണ്ട് 1 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞാൽ 10 കോടിയുടെ മെറ്റീരിയലിനകത്ത് പരാമർശം ചേർക്കുവാനും ഇവിടെയുള്ളവർ തയ്യാറാകും എന്നതിൽ സംശയമില്ല. ടെൻഡർ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു തമാശ അയ്യപ്പൻ്റെ ചിത്രം അരവണ ടിന്നിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് കൊണ്ട് മതവികാരം വ്രണപ്പെടാതെ വേണം ടിന്ന് നശിപ്പിക്കുവാൻ എന്ന്. അരവണ തിന്നു കഴിഞ്ഞ് അയ്യപ്പൻ്റെ ചിത്രം ആലേഖനം ചെയ്ത ബോട്ടിലെടുത്ത് ഓടയിൽ എറിയുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ മതവികാരം വ്രണപ്പെടില്ല. അതുപോലെ ദൈവങ്ങളുടെ പ്രതിമകൾ ഉണ്ടാക്കി റോഡ് സൈഡിൽ വെച്ച് വിൽക്കുവാൻ അതിൻ്റെ മുകളിൽ പട്ടി മുള്ളുന്നതിനും കുഴപ്പമില്ല. അപ്പോഴും മതവികാരം വ്രണപ്പെടില്ല. ഇനി ഇടുക്കി ജില്ലയിലെ ഉപ്പുതറ സ്വദേശിയായ KJ ചാക്കോയുടെ വാക്കുകൾ കേൾക്കാം. അദ്ദേഹം ഏലം കർഷകനും ഒരു കച്ചവടക്കാരനുമാണ്.
കൃഷി രീതിയെക്കുറിച്ച് വിശദീകരിക്കാം. ഏലം തുടങ്ങുമ്പോൾ മുതൽ അതിന്റെ കീടനാശിനിയുടെയും അതിന്റെ രാസവളത്തിന്റെയും പ്രയോഗം ഇല്ലാതെ ഇത് വളരത്തില്ല നമ്മുടെ നാട്ടില്. അത് പിന്നെ അതായത് വളരെ പ്രകൃതിയായിട്ട് ചൂട് ഇതിന് ഒട്ടും ഏക്കാൻ പാടില്ലാത്തത് കാരണം ഇതിന് തണുപ്പ് സ്ഥലത്ത് വേണം ഒന്ന് വളരാൻ. അത് തട്ട പിരിച്ചാണ് ഇത് സാധാരണ ഇത് കൃഷി ചെയ്യുന്നത്. അപ്പോൾ മുതൽ തട്ട പിരിച്ച് കൃഷി ചെയ്യുമ്പോൾ ഈ വെച്ച് 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോൾ തന്നെ കീടനാശിനി ഗുരുഡാൻ പോലെയുള്ള ചാണകവെള്ളത്തിനകത്ത് ചെറിയായിട്ട് ഉണ്ടാക്കി ഇതിന്റെ ചുവട്ടിൽ ഒഴിച്ചാണ് 11 മാസം കൊണ്ട് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിന്റെ കീടനാശിനിയുടെ സാന്നിധ്യം ഇല്ലാതെ ഇവരിപ്പോ ബോർഡ് കൊട്ടേഷൻ കൊടുത്തായിരിക്കും ഇത് എടുത്തിരിക്കുന്നത്. കൊട്ടേഷൻ കൊടുത്തെടുത്തിരിക്കണമെങ്കിൽ ഓപ്ഷനിൽ വരുന്ന ഓപ്ഷനിൽ നിന്ന് പിടിച്ചായിരിക്കും കൊട്ടേഷൻ സ്വീകരിച്ച ആള് ദേവസ്വം ബോർഡിന് കൊടുത്തിരിക്കുന്നത്. അന്നേരം ഈ ഓപ്ഷനിൽ ചെല്ലുന്ന എന്ന് പറഞ്ഞാൽ കീടനാശിനിയുടെ ഒരു ശകലം പോലും അംശമില്ലാത്ത ഒരു കായും അവിടെ ചെല്ലത്തില്ല. അത് തന്നെയല്ല, കീടനാശിനിയുടെ സാന്നിധ്യം ഉണ്ടായാൽ തന്നെ കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ഈ തൊലിയിലാണ്. ഈ തൊലി ഒരു കാരണവശാലും ഇവര് തൊലിയോട് കൂടിയ അല്ല അരി തന്നെയാണെങ്കിൽ ഇത് ഉപയോഗിക്കുന്നെങ്കിൽ സാന്നിധ്യം വളരെ കുറവാണ്. ഈ ഏലക്ക തന്നെയാണ് ഗൾഫ് ഫോറിൻ രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇത് തന്നെയാണ്. അപ്പം കീടനാശിനിയുടെ അമിത സാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടുന്ന് ഈ ഏലക്ക ഒരെണ്ണം പോലും ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയല്ല. അപ്പം ഇവിടെ മറ്റു ബേക്കറികളിലും മറ്റു വ്യവസായത്തിലെല്ലാം ഈ സാധനങ്ങളിലെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണ സാധനത്തിനെല്ലാം ഏലക്ക ഉപയോഗിക്കാൻ പറ്റാതെ എല്ലാം നശിപ്പിക്കേണ്ട ഒരു സ്ഥിതി വരും. ഇതെന്തോ ഒരു ക്യാങ് എന്തോ ഒരു അഴിമതി ഉണ്ടാക്കാൻ വേണ്ടി അഴിമതി ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ഒരു മാർഗം കണ്ടെത്തിയിരിക്കുന്നതാണെന്നേ നമുക്കിത് പറയാൻ പറ്റത്തുള്ളൂ, നമുക്കിത് വിശ്വസിക്കാനും പറ്റത്തുള്ളൂ. അല്ലാതെ ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കീടനാശിനിയുടെ സാന്നിധ്യം ഏലക്കായിലുണ്ടായി എന്ന് പറഞ്ഞ് ഒരിക്കലും ഇത് നശിപ്പിക്കാൻ അതിന്റെ കാര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലക്ക അങ്ങനെ നശിപ്പിക്കാൻ പോവാണെങ്കിൽ ഈ ബാക്കിയുള്ള എല്ലായിടത്തും കയറി നശിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ഏലക്ക വെച്ച് ഒരു കാര്യം പോലും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. അത് തന്നെയല്ല, ഏറ്റവും കൂടുതൽ കീടനാശിനിയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് ഗൾഫ് കൺട്രിയിലും യൂറോപ്യൻ കൺട്രിയിലോട്ടും ജർമ്മനിക്ക് ഓസ്ട്രേലിയക്കൊക്കെ ഇവിടുന്ന് വിടുന്നുണ്ട്. അപ്പൊ അവര് വളരെ റയറായിട്ടാണ് ചില സാഹചര്യങ്ങളിലൊക്കെ കണ്ടുപിടിച്ചെന്നും പറഞ്ഞ് തിരിച്ചയക്കുന്നത്. അത് ഇതുപോലെയുള്ള ഒരിടപാടുമല്ല. അത് അങ്ങനെ ഇതിന്റെ സാന്നിധ്യം ഇല്ലാതെ ഇത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയല്ല. അപ്പൊ ആ ഉൽപ്പാദിപ്പിക്കുന്ന സാധനമാണ് ഇവിടുന്ന് കയറ്റി പോകുന്നത്. അല്ല, നമ്മുടെ കേരളത്തിൽ ഇപ്പൊ നമുക്ക് എക്സ്പോർട്ടിങ് മാറ്റുക, നമ്മുടെ ഓരോ വീടുകളിൽ ഉപയോഗിക്കുന്ന ഏലക്കയാണെങ്കിലും ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്നതാണെങ്കിലും ബേക്കറികളിൽ ഉപയോഗിക്കുന്നതാണെങ്കിലും എല്ലാം ഇവിടുന്ന് വരുന്ന സാധാരണ ഏലക്ക ഓപ്ഷനിൽ വരുന്ന കായല്ലാതെ വേറെ ഒരു കായും ഇവിടെ മാർക്കറ്റിൽ കിട്ടാനില്ല. അന്നേരം ഇതെല്ലാം ഈ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നതെല്ലാം അത് ഈ ഏലത്തട്ട വെക്കുന്നത് മുതൽ അത് ഉണങ്ങിയെടുക്കുന്നിടം വരെ എല്ലാ സ്റ്റേജുകളിലും ധാരാളം കീടനാശിനി പ്രയോഗിച്ചു തന്നെയാണ്. വളരെ ലോലമായ പൂവാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. ആ പൂവ് നിലനിർത്തിക്കണമെങ്കിൽ ഒരു കീടങ്ങളും, അതായത് വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു ഈച്ച പോലും ഇതിൽ വന്ന് പറ്റിപ്പിടിക്കാൻ പാടില്ല. അത് കാരണം വളരെ മരുന്ന്, അത് തുടക്കം മുതൽ മരുന്ന് അടിച്ച് ഇത് നിൽക്കത്തില്ല. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഏലക്ക മാത്രമേ ഇവിടെ വിപണി കിട്ടാനുള്ളത്, അതിനും ഓപ്ഷനിലാണേലും വരുന്നതുള്ളൂ. ഇത് എത്ര ദിവസം കൂടുമ്പോൾ ഈ ഏലത്തിന് മരുന്നടിക്കും? മരുന്നടിക്കുന്നത് സാധാരണ 15-30 ദിവസമൊക്കെ കൂടുമ്പോൾ മരുന്നടിക്കും. ഇപ്പം നല്ല കർഷകർ അല്ലെങ്കിൽ വലിയ ഏലത്തോട്ടങ്ങളിലെല്ലാം ഒരു 15 ദിവസം ഗ്യാപ്പിട്ട് തന്നെ കൃത്യമായിട്ടും ഇടവേളകളിൽ മരുന്നടിക്കത്തില്ലേ? അടിക്കണം, അല്ലെങ്കിൽ ഏലക്ക ഉണ്ടാകത്തില്ല, കിട്ടത്തുമില്ല. പിന്നെ അതുപോലെ ഈ വേരുപുഴു ഉണ്ടാകാതിരിക്കുവാനും മറ്റു കീടങ്ങൾ ഉണ്ടാകാനും മണ്ണിനകത്ത് ഫ്യൂറിഡാൻ പോലുള്ള വളരെ മാരകമായ അതിന്റെ ഇല ഭക്ഷിച്ചാൽ തന്നെ, അതായത് ഈ ഫ്യൂറിഡാൻ ഇട്ട് ഒരാഴ്ചക്കുള്ളിൽ ആ ഇല ഭക്ഷിച്ചാൽ മൃഗങ്ങളോ മനുഷ്യനോ മരിച്ചു പോകാവുന്ന തരത്തിലുള്ള വിഷങ്ങൾ ഇതിൽ ചേർക്കുന്നില്ലേ? അങ്ങനെ ചേർക്കുന്നുണ്ട്. അങ്ങനെ കൂടുതലായിട്ട് എഫക്ട് കിട്ടത്തക്ക രീതിയിലുള്ളതും ചേർക്കുന്നുണ്ട്. ചില ചെറിയ സ്മോൾ കർഷകരാണ് ചിലപ്പോൾ പൈസ എടുത്ത് മേടിച്ച് കളിക്കാൻ പറ്റത്തില്ലാത്ത കാരണം അവരതൊന്നും ഉപയോഗിക്കില്ല ചില. പക്ഷെ വൻകിട എസ്റ്റേറ്റുകളിലെല്ലാം ഇത്തരത്തിൽ പ്രയോഗിക്കുന്നതല്ലേ? മരുന്നടിക്കാതെ ഇരിക്കത്തില്ല, അവർക്ക് മരുന്നടിക്കാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഉൽപാദനം ഉണ്ടാകത്തില്ല. ഇപ്പം അതായത് ഏലക്കായ്ക്ക് ഈ നല്ല കളർ കിട്ടുവാനും ഇതുപോലെ മരുന്നുകൾ അടിക്കില്ലേ? കളർ കിട്ടാനായിട്ട് സാധാരണ ഗതിയിൽ ഇവര് പലരും പറഞ്ഞ കളറിന്റെ ഏതൊക്കെ ചേർത്ത് ഇത് സ്റ്റോറിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ കഴുകിയിട്ട് എന്തോ സ്പ്രേ ചെയ്യുക എന്നൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും അതൊരു വൻ രീതിയിൽ ഭക്ഷിക്കാൻ പറ്റാത്ത ഒരു രീതിയിൽ അതൊന്നും ചെയ്യുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല.
പക്ഷെ ഇതിപ്പോ ഒരു വലിയ ഒരു തട്ടിപ്പ് തന്നെയാണെന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ എനിക്ക് തോന്നിയത്. അതായത് ഏലക്ക അങ്ങനെയാണെങ്കിൽ ഏലക്ക ഇത്തരം ഈ കണ്ട ഇത് മുഴുവൻ ഇത്ര വർഷങ്ങളായിട്ട് ഇവിടെ ഏലക്ക ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇപ്പം മാത്രം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ എന്നാ കാര്യം? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.